ഓസ്ട്രേലിയയുടെ സമാധാനപരമായ അന്തരീക്ഷത്തെ പിടിച്ചുലച്ചുകൊണ്ട് സിഡ്നിയിലെ ബോണ്ടി ബീച്ചിൽ ജൂത ആഘോഷമായ ഹനൂക്കായുടെ ഭാഗമായുള്ള പരിപാടിക്ക് നേരെ നടന്ന ഭീകരാക്രമണം ആഗോള സമൂഹത്തിൽ വലിയ ഞെട്ടലാണ് സൃഷ്ടിച്ചത്. 15 പേർ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്ത ഈ വെടിവെപ്പ് ഓസ്ട്രേലിയൻ സുരക്ഷാ സംവിധാനങ്ങൾക്ക് വലിയ വെല്ലുവിളിയായി. ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിലും പ്രതികളുടെ പൂർവ്വ ബന്ധങ്ങളെക്കുറിച്ചും അവർ നടത്തിയ വിദേശ യാത്രകളെക്കുറിച്ചും പുറത്തുവരുന്ന പുതിയ വിവരങ്ങൾ കേസിന്റെ ദുരൂഹതയും അന്താരാഷ്ട്ര ബന്ധങ്ങളും വർദ്ധിപ്പിക്കുന്നു. ബോണ്ടി ബീച്ചിലെ ജൂത സമൂഹത്തെ ലക്ഷ്യമിട്ടാണ് ആക്രമണം നടന്നതെന്ന് വ്യക്തമാണ്. ആയുധധാരികളായ 2 പേർ യാതൊരു പ്രകോപനവും ഇല്ലാതെ ആൾക്കൂട്ടത്തിന് നേരെ വെടിയുതിർക്കുകയായിരുന്നു. 15 പേരാണ് ദാരുണമായി കൊല്ലപ്പെട്ടത്. മരിച്ചവരിൽ 10 വയസ്സുകാരി മുതൽ നാസികളുടെ ജൂത വംശഹത്യയെ അതിജീവിച്ച് 87 വയസ്സുള്ളയാൾ വരെ ഉൾപ്പെടുന്നു. ഒരു ജൂത പുരോഹിതനും ഒരു ഇസ്രായേൽ പൗരനും ഇരകളിൽ ഉൾപ്പെടുന്നു. കൊല്ലപ്പെട്ടവരിൽ ഭൂരിഭാഗവും യഹൂദരായിരുന്നു എന്നത് ആക്രമണത്തിന്റെ മതപരവും വിദ്വേഷപരവുമായ ലക്ഷ്യം വ്യക്തമാക്കുന്നുമുണ്ട്. 42 പേർ പരിക്കുകളോടെ വിവിധ ആശുപത്രികളിലായി ചികിത്സയിലാണ്. 50 വയസ്സുകാരനായ സാജിദ് അക്രവും മകൻ നവീദ് അക്രവുമാണ് ആക്രമണം നടത്തിയത്. ഷോട്ട് ഗണ്ണുകളും ബോൾട്ട് ആക്ഷൻ റൈഫിളുകളുമായാണ് ഇവർ അതിക്രമിച്ച് കയറിയത്. വെടിവെപ്പ് ഏകദേശം 10 മിനിറ്റ് നീണ്ടുനിന്നു. ആക്രമണത്തിനിടെ സാജിദ് അക്രം പോലീസ് വെടിവെപ്പിൽ കൊല്ലപ്പെട്ടു. പരിക്കേറ്റ മകൻ അതീവ ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലാണ്. ആക്രമണത്തെ ഒരു സാധാരണ കുറ്റകൃത്യമായി കാണാൻ കഴിയാത്തതിന്റെ പ്രധാന കാരണം സംഭവ സ്ഥലത്തു നിന്നും 2 IEDകൾ കണ്ടെത്തുകയും അവ നിർവീര്യമാക്കിയതുമാണ്. ഇത് ആസൂത്രിതമായ ഒരു വലിയ ഭീകരാക്രമണ ശ്രമമായിരുന്നുവെന്ന് ഉറപ്പിക്കുന്നു. അന്വേഷണം പുരോഗമിക്കവെയാണ് പ്രതികളുമായി ബന്ധപ്പെട്ട് ഞെട്ടിക്കുന്ന ഒരു വിദേശയാത്രാ വിവരങ്ങൾ പുറത്തു വന്നത്. പ്രതികളായ സാജിദ് അക്രവും മകൻ നവീദ് അക്രവും ഇന്ത്യൻ പാസ്പോർട്ട് ഉപയോഗിച്ച് ഫിലിപ്പീൻസ് സന്ദർശിച്ചിരുന്നതായാണ് റിപ്പോർട്ട്. ഇമിഗ്രേഷൻ അധികൃതരെ ഉദ്ധരിച്ച് ബ്ലൂംബെർഗ് ആണ് ഈ സുപ്രധാന വിവരം പുറത്തുവിട്ടത്. സാജിദും നവീദും നവംബർ 1-നാണ് ഫിലിപ്പീൻസിലെത്തിയത്. പിന്നീട് നവംബർ 28-ന് അവർ തിരികെ പോവുകയും ചെയ്തു. ഇന്ത്യൻ പാസ്പോർട്ട് ഉപയോഗിച്ചുള്ള ഈ യാത്രയുടെ ലക്ഷ്യം എന്തായിരുന്നു എന്നത് പ്രധാന ചോദ്യമാണ്. ഇന്ത്യയുടെ പാസ്പോർട്ട് എങ്ങനെ ഇവർക്ക് ലഭിച്ചു, അല്ലെങ്കിൽ എന്തിനാണ് ഇവർ ഇന്ത്യൻ പാസ്പോർട്ട് ഉപയോഗിച്ചത് എന്നതിൽ വ്യക്തത വന്നിട്ടില്ല. ഈ ഫിലിപ്പീൻസ് സന്ദർശനം ആക്രമണവുമായി ബന്ധപ്പെട്ട ഗൂഢാലോചനകൾക്കോ ആയുധ പരിശീലനത്തിനോ തീവ്രവാദ ബന്ധങ്ങൾ സ്ഥാപിക്കുന്നതിനോ വേണ്ടിയായിരുന്നു എന്നും അന്വേഷണ ഏജൻസികൾ പരിശോധിക്കുന്നുണ്ട്. ഫിലിപ്പീൻസ് അധികൃതരും സംഭവത്തെക്കുറിച്ച് അന്വേഷണം നടത്തുമെന്നും അറിയിച്ചിട്ടുണ്ട്. ഇന്ത്യൻ പാസ്പോർട്ട് ഉപയോഗിച്ചുള്ള ഈ യാത്ര കേവലം ഓസ്ട്രേലിയൻ ആഭ്യന്തര ഭീഷണിക്കപ്പുറം ഈ സംഭവത്തിന് അന്താരാഷ്ട്ര തീവ്രവാദ ശൃംഖലകളുമായി ബന്ധമുണ്ടോ എന്ന സംശയത്തിനും ബലം നൽകുന്നു. പ്രതികളുടെ പശ്ചാത്തലം, പ്രത്യേകിച്ച് അവരുടെ തീവ്രവാദ ബന്ധങ്ങളെക്കുറിച്ചുള്ള സൂചനകൾ കേസിനെ കൂടുതൽ സങ്കീർണമാക്കുന്നു. 1998-ൽ വിദ്യാർത്ഥി വിസയിലാണ് ഇയാൾ ഓസ്ട്രേലിയയിലേക്ക് എത്തിയത്. ഇയാൾ ഏത് രാജ്യത്തു നിന്നാണ് കുടിയേറിയതെന്ന് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ലെങ്കിലും പാക് വംശജനാണെന്ന് ചില പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. നവീദ് ഓസ്ട്രേലിയയിൽ ജനിച്ച പൗരനാണ്. മന്ത്രി ടോണി ബർക്ക് ഈ വിവരം സ്ഥിരീകരിച്ചിട്ടുമുണ്ട്. പ്രധാനമന്ത്രി നൽകിയ വിവരം അനുസരിച്ച് നവീദ് അക്രത്തിന്റെ തീവ്രവാദ ബന്ധങ്ങൾ സംബന്ധിച്ച് ഓസ്ട്രേലിയയുടെ ആഭ്യന്തര ചാരസംഘടനയായ ദി ഓസ്ട്രേലിയൻ സെക്യൂരിറ്റി ഇന്റലിജൻസ് ഏജൻസി 2019-ൽ വിശദമായ അന്വേഷണം നടത്തിയിരുന്നു. സിഡ്നിയിൽ പ്രവർത്തിക്കുന്ന ഒരു ഇസ്ലാമിക് സ്റ്റേറ്റ് സംഘവുമായി ഇയാൾക്കുള്ള ബന്ധത്തെക്കുറിച്ചാണ് 6 മാസത്തോളം ഏജൻസി അന്വേഷണം നടത്തിയത്. ഈ അന്വേഷണ റിപ്പോർട്ടുകൾ കേസിന്റെ പ്രധാന തെളിവായി മാറും. ASIO 2019-ൽ നവീദിന് തീവ്രവാദ ബന്ധമുണ്ടോ എന്ന് സംബന്ധിച്ച് അന്വേഷണം നടത്തിയിരുന്നതായും ABC റിപ്പോർട്ട് ചെയ്യുന്നു. മുൻകാലങ്ങളിൽ തന്നെ നവീദിന്റെ തീവ്രവാദ ചായ്വുകൾ സംബന്ധിച്ച് സുരക്ഷാ ഏജൻസികൾക്ക് വിവരം ലഭിച്ചിരുന്നുവെന്നും ഇത് വ്യക്തമാക്കുന്നു. നവീദ് അക്രത്തിന്റെ തീവ്രവാദ ബന്ധങ്ങളെക്കുറിച്ചുള്ള സംശയങ്ങൾ ബലപ്പെടുത്തുന്നതാണ് അൽ മുറാദ് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന സ്ഥാപനവുമായുള്ള അയാളുടെ ബന്ധവും ആക്രമണത്തിന് ശേഷം സ്ഥാപനം സ്വീകരിച്ച നിലപാടും. നവീദ് അക്രം ഒരു ഇസ്ലാമിക് സ്ഥാപനത്തിൽ പഠനം നടത്തിയിട്ടുണ്ട്. ഖുറാൻ നിയമങ്ങളുടെ പാരായണമായ താജ്വീദ് പഠനത്തിൽ നവീദ് പ്രാവീണ്യം നേടിയതിന് 2022 ഫെബ്രുവരിയിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് തലവൻ അദം ഇസ്മായിൽ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ഇയാളെ പ്രശംസിച്ചിരുന്നു. ആക്രമണത്തിന് തൊട്ടു പിന്നാലെ അൽ മുറാദ് ഇൻസ്റ്റിറ്റ്യൂട്ട് അവരുടെ വെബ്സൈറ്റും സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളും നീക്കം ചെയ്തതും സംശയമുണ്ടാക്കി. നവീദിനെ തന്റെ ഏറ്റവും പ്രിയപ്പെട്ട ശിഷ്യന്മാരിൽ ഒരാളെന്ന് വിശേഷിപ്പിച്ചുകൊണ്ടുള്ള അദ്ദേഹത്തിന്റെ പോസ്റ്റും സർട്ടിഫിക്കറ്റുമായി നിൽക്കുന്ന നവീദിന്റെ ഫോട്ടോ അടക്കമുള്ളവയാണ് അവർ ഡിലീറ്റ് ചെയ്തത്. ഇത് സ്ഥാപനത്തിന് ആക്രമണത്തെക്കുറിച്ചോ നവീദിന്റെ തീവ്രവാദ ബന്ധങ്ങളെക്കുറിച്ചോ മുൻധാരണ ഉണ്ടായിരുന്നു എന്ന സംശയവും ജനിപ്പിക്കുന്നു. നവീദുമായി 2022 തുടക്കത്തിൽ തന്നെ തനിക്ക് ബന്ധമില്ലാതായെന്ന് അദ്ദേഹം വെളിപ്പെടുത്തുന്നുമുണ്ട്. ഇരകളുടെ ചിത്രങ്ങൾ കണ്ട് താൻ തകർന്നു പോയെന്നും തനിക്കും കുടുംബത്തിനും വധഭീഷണി ലഭിച്ചതിനെ തുടർന്ന് വീട് വിട്ട് പോകേണ്ടി വന്നെന്നും അദ്ദേഹം വെളിപ്പെടുത്തി. ഇസ്മായിൽ 5 ബിഫോർ 5 സൊല്യൂഷൻസ് എന്ന സ്ഥാപനത്തിനും കൗൺസിലിംഗ് ഇസ്ലാമിക് യുവജന വികസന പരിപാടികളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. ഈ ദുരന്തത്തിനിടയിലും ലോകത്തിന്റെ പ്രശംസ പിടിച്ചുപറ്റിയ ഒരു വ്യക്തിയുണ്ട്, അഹമ്മദ് അൽ അഹമ്മദ്. 43-കാരനായ ഇദ്ദേഹം അക്രമികളിൽ ഒരാളെ കീഴടക്കുകയും ആയുധം പിടിച്ചു വാങ്ങുകയും ചെയ്തു. സ്വന്തം ജീവൻ അപകടത്തിലാക്കിയാണ് ഇദ്ദേഹം കൂടുതൽ ആളുകൾ കൊലപ്പെടുന്നത് തടഞ്ഞത്. ആക്രമണത്തിന്റെ വെടിയേറ്റ അൽ അഹമ്മദ് ശസ്ത്രക്രിയയ്ക്ക് വിധേയനായി ചികിത്സയിലാണ്. അദ്ദേഹത്തിന്റെ ധീരത വെറുപ്പിന്റെ ശക്തികൾക്കെതിരെയുള്ള മാനുഷിക ഐക്യത്തിന്റെ പ്രതീകമായി ലോകം വാഴ്ത്തുന്നു. ഇന്ത്യൻ പാസ്പോർട്ട് ഉപയോഗിച്ചുള്ള വിദേശയാത്ര, തീവ്രവാദ സംഘടനകളുമായുള്ള ബന്ധം സംബന്ധിച്ച ASIO മുൻ അന്വേഷണം, മതസ്ഥാപനങ്ങളുമായുള്ള അടുപ്പം എന്നിവയെല്ലാം
കൂട്ടി വായിക്കുമ്പോൾ ബോണ്ടി ബീച്ച് ആക്രമണം ഓസ്ട്രേലിയൻ സുരക്ഷാ ഏജൻസികൾക്ക് മുന്നിൽ ഉയർത്തുന്നത് വലിയ വെല്ലുവിളിയാണ്. ഈ സംഭവത്തിന്റെ ആസൂത്രണത്തിന് പിന്നിൽ പ്രവർത്തിച്ച അന്താരാഷ്ട്ര തീവ്രവാദ ബന്ധങ്ങൾ കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് ഇപ്പോൾ അധികൃതർ.